പ്രഭാഷകൻ 43:30. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്, എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തുകയില്ല. 119 സങ്കീർത്തനത്തിൻ്റെ 175 തിരുവചനം പറയുന്നത്, അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ എന്നാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 53 തിരുവചനം ഇങ്ങനെ പറയുന്നു, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. സങ്കീർത്തനം 119, 175. പ്രഭാഷകൻ 43:30. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ. അപ്പോസ്തല നടപടി പുസ്തകത്തിലെ 16 അധ്യായത്തിന്റെ 25 മുതൽ തിരുവചനങ്ങൾ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. എപ്പോഴാ? അർദ്ധരാത്രിയിൽ. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ഭൂമികുലുക്കം ഉണ്ടാകുന്നു. തടവറയുടെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. സ്തുതിച്ച എത്ര പേരാ? 2 പേര്. അവിടെ പറയുന്നത് എങ്ങനെയാണല്ലോ, തടവുകാർ സ്തുതിച്ചു എന്ന് പറയുന്നില്ല, തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പകലല്ല ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്ന് ഉറങ്ങിയിട്ട് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചതൊന്നും അല്ല അവർ. പകല് യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ ആൾക്കാരെ പിടിച്ച് തല്ലും ഇടിയും ചവിട്ടെല്ലാം കൊടുത്തു. അവസാനം ജയിലിലടച്ചു. കൈകാലുകൾ ബന്ധിച്ചിട്ടിരിക്കുക ചങ്ങലകളാൽ. യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ചു എന്നതിൻ്റെ പേരിൽ തല്ലും ഇടിയും തൊഴിയെല്ലാം കിട്ടി, മർദ്ദനമേറ്റ് തടവറയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ്. ഒരു പ്രാവുമല്ല ചെയ്തത്. അവര് യേശുക്രിസ്തുവിനെ പ്രതി പീഡനമേൽക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷിച്ച് എന്താ ചെയ്തേ? അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ഭൂമിയിൽ കൊണ്ടാകുന്നു. തടവറയുടെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അപ്പൊ നമ്മൾ ഒന്ന് സ്തുതിക്കണം, ഒന്ന് ആരാധിക്കണം, രണ്ടാമത് സ്തുതിക്കണം. സ്തുതി ആരാധന ആണെന്നാണ് പറയണേ അല്ലെ? ദൈവത്തിരുനാമം ഏറ്റു പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചപ്പോൾ എനിക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവം അത് 1999 അന്ന് ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കോടിനടുത്ത് നെല്ലിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചൻ പറഞ്ഞു, തെരുവിലേക്ക് പോവുക, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രോഗികളുണ്ടെങ്കിൽ അവർ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ഞങ്ങൾ 4-5 പേര് കണ്ണൂർ നെല്ലിപ്പാറ ആശ്രമത്തിൽ നിന്ന് കണ്ണൂർ ടൗണിലെത്തി. മാനസിക അസ്വസ്ഥയുള്ള അതിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഭിക്ഷാടകരായ ആളുകളെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു മാനസിക രോഗിയായ സ്ത്രീയെ കണ്ടുമുട്ടി. ഞങ്ങളുടെ കൂടെയുള്ള സഹോദരിമാർ പോയിട്ട് ആ സ്ത്രീയോട് പേര് ചോദിച്ചു. കുറേ തെറിയും ചീത്തയും പറഞ്ഞു. ഞങ്ങളെ ആ തെറിയും ചീത്തയും പറഞ്ഞിട്ട് അവർക്ക് പോയി. ഞങ്ങൾ റോട്ടിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുനാമം ഏറ്റുപറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. ആ സ്ത്രീയുടെ അടുത്തിരുന്ന് ദൈവ തിരുനാമം ഏറ്റുപറഞ്ഞ് യേശുനാമം ഏറ്റുപറഞ്ഞ് സ്തുതിച്ചപ്പോൾ ആ സ്ത്രീയിൽ നിന്ന് എന്തൊക്കെയോ വിട്ടുപോയി. ഒരു സംഭവം കൂടി 2001 ചെന്നൈയിൽ ആവടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തപസ് ധ്യാനം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചൻ്റെ നേതൃത്വത്തിൽ. അച്ഛൻ പറഞ്ഞു, തെരുവിലേക്ക് പോയി ആളുകളെ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ 4-5 പേരുള്ള ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് തെരുവിലേക്ക് പോകുന്നു, ആളുകളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ചില ആളുകൾ, ചില ഗ്രൂപ്പുകൾ അവർ നിന്നിട്ട് വരുന്നവരെ സ്വീകരിക്കും, മാലയിട്ട് സ്വീകരിക്കും, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കും, അവരെ തലമുടിയെല്ലാം വെട്ടിക്കുളിപ്പിച്ച് നല്ല ഡ്രസ്സ് കൊടുത്ത്, അങ്ങനെ ഒരു ഉത്സവ അന്തരീക്ഷമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അറിയാൻ പറ്റി 20 വർഷത്തോളമായിട്ട് വസ്ത്രം ധരിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യൻ ആ പ്രദേശത്തുണ്ടെന്ന് മനസ്സിലായി. പകല് പോയ ഇയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. ആളുകൾ പറയുന്നു അവരുടെ ദൈവമാണെന്നാണ് പറയുന്നത്. പിശാചിന് എല്ലാ കാര്യം അറിയാമല്ലോ. ആളുകൾ ഇയാളുടെ അടുത്ത് ചെല്ലും, ഇയാൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അവരുടെ പ്രശ്നം മാറും. അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. 2001 ജൂലൈ മാസം 8-ാം തീയതി രാത്രി ഒരു 12 മണിക്ക് ഞങ്ങളൊരു ടെമ്പോ ട്രാവലറിൽ ഈ മനുഷ്യനെ തേടി പുറപ്പെട്ടു. രാത്രി 2 മണിയോടുകൂടി ഈ മനുഷ്യൻ ഒരു കടത്തിണ്ണയിൽ കിടക്കുന്ന അവസ്ഥയിൽ കണ്ടെത്തി. അടുത്ത് കുറച്ചപ്പുറം പോലീസ് ഉണ്ടായിരുന്നു. പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങളിങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ ചേട്ടൻ ഇയാളെ കൊണ്ടുപോയി കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ ഇയാൾ കിടന്നുറങ്ങുകയാണ് പേപ്പർ വിരിച്ചിട്ട്, വേറെ വസ്ത്രമൊന്നുമില്ല.
ഇയാളെ പൊക്കിയെടുത്ത് ഈ വണ്ടിയിൽ ഇരുത്തി, ടെമ്പോ ട്രാവലിൽ ഒരു വസ്ത്രം കൊടുത്തു. ഇയാളെ വസ്ത്രം വലിച്ചെറിഞ്ഞു കളഞ്ഞു. ബഹളം ഉണ്ടാക്കുകയാണ്. വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കാൻ തുടങ്ങി. യേശു നാമം ഏറ്റുപറഞ്ഞു. ഞങ്ങൾ 5-6 പേരുണ്ട്. അങ്ങനെ കുറേ സമയം സ്തുതിച്ചങ്ങ് പോവുകയാണ്. കുറേ കഴിയുമ്പോൾ ഇയാൾ ശാന്തനായി കേട്ടോ. ആശ്രമത്തിലെത്തി വെളുപ്പിന് 3 മണിക്ക് ഇയാളുടെ തലമുടി വെട്ടി ഒരു 3:20 കാണും. തലമുടി വെട്ടാൻ കുറേ സമയം എടുത്തു, തലമുടി വെട്ടി ഷേവ് ചെയ്യാനായിട്ട്. 3:20 കാണും. കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളുപ്പിനാട്ടോ. കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വസ്ത്രം തരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീണ്ട 20 വർഷം വസ്ത്രം ധരിക്കാതെ നടന്ന ഒരു മനുഷ്യൻ്റെ അടുത്തിരുന്ന് ദൈവ തിരുനാമം ഏറ്റുപറഞ്ഞ്, യേശുനാമം ഏറ്റുപറഞ്ഞ് സ്തുതിച്ചപ്പോൾ, യേശുനാമം ഏറ്റുപറഞ്ഞ് ആരാധിച്ചപ്പോൾ ആ മനുഷ്യനിൽ നിന്ന് പൈശാചിക ശക്തി വിട്ടുപോയി. പിന്നീട് അദ്ദേഹം അവിടെയുള്ള മറ്റ് മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനായി മാറി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളെ കാണാതെ ആയപ്പോൾ കുറേ ആളുകൾ അന്വേഷിച്ചു ഇയാൾ എവിടെയാണെന്ന് അറിയാനായിട്ട്. അന്വേഷിച്ച് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലായി. അവർ ഇയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നു. ഇയാൾ പറഞ്ഞു, ഞാൻ വരുന്നില്ല. ഞാനിത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, യേശുനാമത്തിൻ്റെ ശക്തി. യേശുവിനെ ആരാധിക്കുമ്പോൾ, യേശുനാമം ഏറ്റുപറഞ്ഞ് സ്തുതിക്കുമ്പോൾ പൈശാചിക ശക്തികൾ വിട്ടുപോകും, രോഗപീഠകൾ വിട്ടുപോകും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.